അർജുൻ സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു. ഇന്ന് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. അവനും മീരയും ഒന്നാകുന്ന മുഹൂർത്തം. കസവ് സാരിയിൽ മീര ഒരു ദേവതയെപ്പോലെ തിളങ്ങി. അവൾ എല്ലാം തികഞ്ഞവളായിരുന്നു. സൗന്ദര്യവും സൗമ്യതയും വിദ്യാഭ്യാസവും ഒരു കുറവും അർജുൻ കണ്ടിരുന്നില്ല അവളിൽ. മണ്ഡപത്തിൽ പുരോഹിതർ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങിയിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും നിറഞ്ഞ സദസ്. അർജുൻ സിൽക്കിന്റെ ഒരു വേഷമായിരുന്നു ധരിച്ചിരുന്നത്. വരനെ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ 10 മിനിറ്റ് മാത്രം. അപ്പോഴാണ് അർജുന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള വാട്സപ്പ് സന്ദേശം. സാധാരണഗതിയിൽ ഈ സമയത്ത് അവൻ അതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ എന്തോ ഒരു ഉൾവിളി അവനെ ഫോൺ എടുക്കാൻ പ്രേരിപ്പിച്ചു. അവൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ആ മെസ്സേജ് അവൻ വായിച്ചു. അതിൽ ഒരു വാചകം മാത്രം: ഈ സത്യം നീ അറിഞ്ഞിരിക്കണം. അതിനൊപ്പം 2 ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തേത് വളരെ പഴയതായിരുന്നു. ഒരു സ്റ്റുഡിയോ ഫോട്ടോ. അതിൽ ചെറുപ്പക്കാരിയായ മീര തികച്ചും വ്യത്യസ്തമായ വേഷത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്നു. രണ്ടാമത്തെ ചിത്രമാണ് അർജുന്റെ ഞരമ്പുകളെ മരവിപ്പിച്ചത്. മീര, അതേ മീര. പക്ഷേ അവളുടെ കൈകളിൽ 4 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി മീരയുടെ കഴുത്തിൽ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ ചിരിക്കുന്നു. ഒന്നും മനസ്സിലാവാതെ അർജുൻ അടുത്ത മെസ്സേജ് വായിച്ചു. അവൾ നിന്നോട് മറച്ചുവെച്ച സത്യം: മീരയ്ക്ക് ഒരു മകനുണ്ട്. അവൾ ആരെയും അറിയിക്കാതെ പ്രസവിച്ച കുഞ്ഞ്. അവൾ അവനെ ഒരു ഹോസ്റ്റലിലാക്കി. നിനക്കവനെ പോയി കാണാം. അവൻ നിന്റെ വരവും കാത്തിരിക്കുന്നു. അർജുന്റെ കൈകളിൽ നിന്നും മൊബൈൽ താഴെ വീഴുന്ന ശബ്ദം പോലും ആ ബഹളത്തിനിടയിൽ ആരും ശ്രദ്ധിച്ചില്ല. അവന്റെ ലോകം തലകീഴായി മറിഞ്ഞു. അവിശ്വസനീയമായ ഒരു രഹസ്യം. ഒരു മകൻ. ഇത്രയും കാലം ഒരു വാക്കുപോലും പറയാതെ അവൾ ഇത് എങ്ങനെ മറച്ചു പിടിച്ചു? അവന്റെ മുഖം വിളറി വെളുത്തു. മണ്ഡപം മുഴുവൻ നിശ്ചലമായതുപോലെ അവന് തോന്നി. പുരോഹിതൻ താലിയെടുക്കാൻ അവനെ ക്ഷണിച്ചു. ആരൊക്കെയോ അർജുനെ സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് ആനയിച്ചു. അവൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മീര കസവ് സാരിയുടെ ഭംഗിയിൽ കണ്ണുകളിൽ പ്രണയവുമായി അവനെ നോക്കിച്ചിരിക്കുന്നു. അർജുൻ ഒരു നിമിഷം താലിമാലയിലേക്ക് നോക്കി. പിന്നെ ആ ചിരിക്കുന്ന മുഖത്തേക്കും. തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിൽ താൻ ഏറ്റവും സ്നേഹിച്ചയാൾ ഒളിപ്പിച്ചു വെച്ച ആ സത്യം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. മുഹൂർത്തമായി, താലി കെട്ടാം. അച്ഛൻ അവന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. അർജുൻ ഒരു യന്ത്രത്തെ പോലെ ചലിച്ചു. അവൻ താലിമാലയിലേക്കല്ല, നേരെ മീരയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ ചോദ്യം മനസ്സിൽ ഒതുക്കി പിടിച്ച് അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു: എന്തുകൊണ്ട്? എന്തുകൊണ്ട് മീര? മീരയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം പരിഭ്രാന്തിയിൽ നിറഞ്ഞെങ്കിലും അടുത്ത നിമിഷം അത് ഭയങ്കരമായ ഒരു നിസ്സഹായതയിലേക്ക് വഴിമാറി. അവൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. മണ്ഡപത്തിൽ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ആ താലിമാലയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബന്ധുക്കളും. അർജുന്റെ ചോദ്യം കേട്ട് മീരയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കസവ് സാരിയിലേക്ക് ഊർന്നിറങ്ങി. മറുപടി പറയാനാകാതെ അവർ തല താഴ്ത്തി. അവളുടെ കണ്ണീർ കണ്ടിട്ടും അവന്റെ ഉള്ളിലെ കോപം ആളിക്കത്തി. അവളെ വലിച്ചിഴച്ച് ചോദ്യം ചെയ്യാനും എല്ലാം പരസ്യമാക്കാനും അവന് തോന്നി. എന്നാൽ ചുറ്റും കൂടിയ നൂറുകണക്കിന് കണ്ണുകൾ അവനെ പിടിച്ചു നിർത്തി. തന്റെ മാതാപിതാക്കൾ, തലമുറകളായി പടുത്തുയർത്തിയ കുടുംബത്തിന്റെ മാനം. ഈ മണ്ഡപം ഒരു നാണം കെട്ട രംഗത്തിന് വേദിയാകരുത്. ഈ സത്യം അവന്റെ മാത്രം ഭാരമായിരിക്കണം. ഈ അപമാനം തൽക്കാലം ഒഴിവാക്കണം. പുരോഹിതൻ മുഹൂർത്തം അവസാനിപ്പിക്കാതിരിക്കാൻ വേഗത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി. സദസ്സിൽ അടക്കം പറച്ചിലുകൾ ഉയർന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് അവളെ ഉപേക്ഷിച്ചാൽ ഇവൾ മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയും കൂടി അപമാനിക്കപ്പെടും. ഈ അപമാനം, ഈ ദുരന്തം ഇപ്പോൾ സഹിക്കാൻ വയ്യ. ഇവളോടുള്ള ദേഷ്യവും തന്റെ വേദനയുമെല്ലാം ഈ വിവാഹം കഴിഞ്ഞ ശേഷം മതി. അർജുൻ ദീർഘമായി ശ്വാസമെടുത്തു. മീരയുടെ കൈകളിൽ പിടിച്ചില്ല. പകരം തന്റെ കണ്ണുകൾ അടച്ച് വേദനയുടെ താലിമാല കയ്യിലെടുത്തു. അവന്റെ മനസ്സിലെ ശബ്ദം കടുത്തു. നീ എന്നോട് ചെയ്തത് ഞാൻ മറക്കില്ല. പക്ഷേ ഇപ്പോൾ നിന്റെ രക്ഷകനായി ഞാൻ അഭിനയിക്കണം. അവൻ സദസ്സിനെ നോക്കാതെ മന്ത്രങ്ങൾക്കൊപ്പമുള്ള മംഗളവാദ്യങ്ങളുടെ അകമ്പടിയിൽ കഠിനമായ മനസ്സോടെ
മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. അർജുൻ പെട്ടെന്ന് താലി ചാർത്തിയതും മീരയുടെ മുഖത്തെ പരിഭ്രാന്തിയും അവരുടെ രഹസ്യമായ സംഭാഷണവും കണ്ട അർജുന്റെ അച്ഛനും അമ്മയും നിശബ്ദരായി. അർജുന്റെ പെട്ടെന്നുള്ള ഈ നിശബ്ദതയും മീരയുടെ കണ്ണീരും അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി. എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന ഭാവത്തിൽ അവർ പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് ആശങ്കയും മകന്റെ പെരുമാറ്റത്തിലുള്ള അമ്പരപ്പും നിഴലിച്ചു. താലി കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വേഗത്തിൽ ആശ്വാസത്തോടെ പുഞ്ചിരി പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ ചടങ്ങുകളിൽ ഒരുതരം മരവിപ്പ് ബാധിച്ചതുപോലെ എല്ലാവർക്കും തോന്നി. വിവാഹ ചടങ്ങുകളും അതിനോടനുബന്ധിച്ചുള്ള ബഹളങ്ങളും അവസാനിച്ചു. എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം മീര അവരുടെ മുറിയിൽ അർജുനെ കാത്തിരുന്നു. അവൾ കസവ് സാരി മാറ്റി ലളിതമായ വേഷം ധരിച്ചു. വർഷങ്ങളായി താൻ ചുമക്കുന്ന രഹസ്യത്തിന്റെ ഭാരം ഇന്ന് ഇറക്കി വെക്കണം. അവന്റെ മുന്നിൽ മുട്ടുകുത്തി എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ അവൾക്ക് തിടുക്കമുണ്ടായിരുന്നു. എന്നാൽ അർജുൻ വന്നത് രാത്രി ഒരുപാട് വൈകിയാണ്. സമയം ഏകദേശം 1:30 കഴിഞ്ഞിരുന്നു. അവൻ വാതിൽ തുറന്നപ്പോൾ മീര സോഫയിൽ നിന്ന് എഴുന്നേറ്റു. പ്രതീക്ഷയോടെ അവനെ നോക്കി. പക്ഷേ അവൻ അവളെ നോക്കിയതേയില്ല. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖത്ത് ഒരുതരം മരവിപ്പ്. അയാൾ കയ്യിലുണ്ടായിരുന്ന കാറിന്റെ താക്കോൽ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കോട്ടും ടൈയും മൂരി കസേരയിലേക്ക് ഇട്ടു. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ മുറിയിലെ വലിയ കട്ടിലിന്റെ ഒരറ്റത്ത് പോയി കിടന്നു. മീരയുടെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെയായി. അർജുൻ എന്നവൾ വിളിച്ചു. മറുപടി ഒരു ദീർഘശ്വാസം മാത്രം. അവന്റെ നിസ്സംഗത അവളുടെ സകല ധൈര്യത്തെയും കെടുത്തിക്കളഞ്ഞു. അവന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ദേഷ്യവും വേദനയും കാരണം അവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അത് അവൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഉറക്കം അവന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി തോന്നി. മീര കട്ടിലിന്റെ ഒരു സൈഡിൽ കണ്ണീർ തലണയിൽ ഒതുക്കി കിടന്നു. വർഷങ്ങളായി താൻ സഹിക്കുന്ന ഈ ഭാരം, ഈ ഒറ്റപ്പെടൽ, ഈ കള്ളം എല്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഈ ഒരു നിമിഷം ഈ ബന്ധം പൊട്ടിച്ചെറിയാൻ അവൾക്ക് തോന്നി. പക്ഷേ അവന്റെ നിശബ്ദത അവളെ തളർത്തി. ഒരു ദിവസം എനിക്ക് മറുപടി പറയാൻ സാധിക്കും, അവൾ മനസ്സിൽ മന്ത്രിച്ചു. കണ്ണീരോടെ അവളും ഉറങ്ങി. അടുത്ത ദിവസങ്ങളിൽ അർജുനും മീരയും തമ്മിലുള്ള അകലം ഒരു അദൃശ്യ മതിൽ പോലെയായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം. എന്നാൽ വീട്ടിലെ മറ്റംഗങ്ങളുടെ മുൻപിൽ ഈ അകലം അവർ രഹസ്യമായി സൂക്ഷിച്ചു. രാവിലെയും വൈകുന്നേരവും അർജുന്റെ അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ അവർ തമാശകൾ പറയുകയും മീരയെ സ്നേഹത്തോടെ പരിചരിക്കുകയും ചെയ്തു. അവരുടെ സന്തോഷം കെട്ടുപോകാതിരിക്കാൻ അർജുനും മീരയും ശ്രദ്ധാലുക്കളായി. ചിരികൾ അഭിനയമായിരുന്നു. കൈകോർത്ത് നടന്നപ്പോൾ കൈകൾ തണുത്തുറച്ചിരുന്നു. അവരെ കണ്ടാൽ സ്നേഹമുള്ള ഒരു നവദമ്പതികളാണെന്ന് മാത്രമേ ആർക്കും തോന്നൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ രഹസ്യം അവരുടെ പുതിയ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്തി. അത് ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ കാത്തിരുന്നു. അകൽച്ചയുടെയും അഭിനയത്തിന്റെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു സായാഹ്നത്തിൽ അത് സംഭവിച്ചു. ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു. അർജുൻ ഓഫീസിൽ നിന്ന് നേരത്തെ തിരിച്ചെത്തി. ബെഡ്റൂമിൽ സോഫയിലിരുന്ന് ഒരു മാസിക വായിക്കുകയായിരുന്ന മീരയുടെ അടുത്തേക്ക് അവൻ നടന്നു. അവന്റെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഒരു തരം തീവ്രതയുണ്ടായിരുന്നു. ഇനി എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല മീര. ആ കുഞ്ഞിന്റെ അച്ഛനാര്? സത്യം തുറന്നു പറഞ്ഞാൽ ഇതെന്റെ തീരുമാനത്തെ ബാധിക്കില്ല. പക്ഷേ കള്ളം ഇനിയും വേണ്ട. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മാസിക താഴെ വെച്ച് അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവന്റെ കൈകളിൽ പിടിച്ചു. അർജുൻ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്റെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണ് അർജുൻ. അർജുൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്താ എന്താ നീ പറഞ്ഞത്? ആ കുഞ്ഞിന്റെ അച്ഛൻ ഏതോ ഒരാളുടേതാണെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു മീര. പക്ഷേ ഈ കള്ളം അത് ഞാൻ ക്ഷമിക്കില്ല. ഇത് കേട്ട് മീര വിതുമ്പി. ക്ഷമിക്കണം അർജുൻ, ദയവായി ശാന്തനാവൂ. സത്യം ഇതാണ്, അവന് 4.5 വയസ്സായി. അർജുൻ ഞെട്ടലോടെ മീരയുടെ മുഖത്തേക്ക് നോക്കി. ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇനി ഇത് തന്റെ തല കെട്ടിവെക്കാൻ നോക്കുന്നോ? നിനക്ക് ഓർമ്മയുണ്ടോ അർജുൻ, നമ്മൾ ഒരുമിച്ച് 5 വർഷത്തിനു മുമ്പ് ഒരു ട്രെക്കിങ്ങിന് പോയത്? നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായി മദ്യപിച്ച ദിവസം. നമ്മൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു അന്ന്. പക്ഷേ മദ്യത്തിന്റെ ലഹരിയിൽ നിയന്ത്രണം വിട്ട് സംഭവിച്ചതാണെല്ലാം.
അർജുന്റെ ഹൃദയം നിലച്ചതുപോലെയായി. അവന്റെ മനസ്സിൽ ഒരു പഴയ രംഗം പോലും മിന്നിമറഞ്ഞില്ല. 5 വർഷം മുൻപ് ട്രക്കിംഗ് മഞ്ഞിൽ കുടുങ്ങിപ്പോയ ആ രാത്രി. ഞാൻ ഞാൻ അന്ന് ആദ്യമായി മദ്യപിച്ചിരുന്നു. പിറ്റേന്ന് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നോട് ആരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അർജുൻ സ്വയം മന്ത്രിച്ചു. അവന്റെ ഞെട്ടൽ മീരയ്ക്ക് കാണാമായിരുന്നു. അതിനുശേഷമാണ് മീര വീണ്ടും തുടർന്നു. അതിനുശേഷമാണ് ഞാൻ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയത്. അവിടെ വെച്ചാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്. നമ്മുടെ രണ്ട് കുടുംബങ്ങളും എത്ര അടുപ്പമുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ വീട്ടുകാർക്ക് ഞാൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് എത്രയോ ആലോചനകൾ നിരസിക്കേണ്ടി വന്നു. ഈ കുഞ്ഞിന് എന്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ അച്ഛനായി നൽകാൻ കഴിയൂ. അത് നിങ്ങളാണ് അർജുൻ. ഈ സത്യം പുറത്തു വന്നാൽ ആ ബന്ധം തകർന്നു പോകുമോ എന്നും എന്റെ അച്ഛനെയും അമ്മയെയും നാണം കെടുത്തേണ്ടി വരുമോ എന്നുമുള്ള പേടി കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്റെ മോനെ പ്രസവിച്ചു. എന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് ഒരു ബോർഡിംഗ് ഹോസ്റ്റലിൽ അവനെ ഏൽപ്പിച്ചു. അവിടെ അവൻ സുരക്ഷിതനാണ്. അവനെ കാണാൻ ഞാൻ പോകും. അവൻ എന്റെ മകനാണ്. എന്റെ ഈ ഭയം മാത്രമാണ് അർജുൻ എന്നെ കൊണ്ട് ഇത്രയും വലിയ കള്ളം പറയിച്ചത്. ആ കുഞ്ഞിന് അച്ഛൻ നിങ്ങളാണ്. അർജുൻ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവന്റെ മുഖം വിസ്മയം കൊണ്ടും വേദന കൊണ്ടും മാറി മറിഞ്ഞു. 4.5 വർഷം തന്റെ മകനാണ് ഹോസ്റ്റലിൽ തന്റെ വരവും കാത്തിരിക്കുന്നത്. താൻ അറിയാതെ നടന്ന ആ ഒരൊറ്റ രാത്രി. ഇത് ഇത്രയും വലിയൊരു സത്യം എന്റെ മകൻ. അർജുൻ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ കവിളിൽ പിടിച്ചു. എന്തൊരു വിധി ഇത്! നീ എന്തിനാണ് എന്നിൽ നിന്നും ഇത്രയും കാലം ഈ സത്യം മറച്ചു വെച്ചത് മീര? ഭയം കൊണ്ടാണ് അർജുൻ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം കൊണ്ട്. അന്ന് എനിക്ക് നിങ്ങളെ കിട്ടില്ലെന്ന് തോന്നി. ഇന്ന് ഇന്ന് എന്റെ മകനെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നും ഞാൻ ഭയന്നു. അർജുൻ അവളെ ചേർത്തു പിടിച്ചു. കോപം അപ്രത്യക്ഷമായി. പകരം ഒരു പുതിയ സ്നേഹം ആ മനസ്സിൽ നിറഞ്ഞു. തന്റെ മകൻ, നമ്മുടെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, അർജുൻ ആവർത്തിച്ചു പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് അവനെ കൂട്ടിക്കൊണ്ടു വരണം മീര, എത്രയും വേഗം. ആ ദിവസത്തെ വലിയ സത്യം പരസ്പരം പങ്കുവച്ച ശേഷം അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി ഒരൊറ്റ കള്ളവും വേണ്ട. അടുത്ത ദിവസം രാവിലെ അർജുനും മീരയും ചേർന്ന് അവരവരുടെ മാതാപിതാക്കളെ ഹാളിലേക്ക് വിളിപ്പിച്ചു. അർജുന്റെ അമ്മയുടെയും അച്ഛന്റെയും മീരയുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് ആകാംക്ഷയുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയായി. മീരയുടെയും അർജുന്റെയും ഇടയിലെ നിശബ്ദത എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അർജുന്റെ കൈകളിൽ മുറുകെ പിടിച്ച് മീരയാണ് സംസാരം തുടങ്ങിയത്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ. 5 വർഷം മുൻപ് ആ ട്രെക്കിംഗ് രാത്രി മുതൽ, ബാംഗ്ലൂരിലെ പ്രസവം, കുഞ്ഞിനെ ഹോസ്റ്റലിലാക്കിയത്, ഒടുവിൽ അർജുനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ ആലോചനകൾ വേണ്ടെന്ന് വെച്ചതും എല്ലാം അവൾ തുറന്നു പറഞ്ഞു. സത്യം കേട്ട് ഹാൾ നിശബ്ദമായി. മീരയുടെ അച്ഛൻ തളർന്നിരുന്നു പോയി. അർജുന്റെ അമ്മ കൈകൊണ്ട് വാവൊത്തി കരച്ചിലടക്കി. അർജുന്റെ അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റു, ശബ്ദമുയർത്തി. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവോ? ആ നിമിഷം അർജുൻ മുന്നോട്ട് വന്നു. അച്ഛാ, അമ്മേ, ഈ കള്ളം പറഞ്ഞത് തെറ്റാണ്. പക്ഷേ ഒരു സത്യം പറയാം. അവൾ ഒളിപ്പിച്ചു വെച്ച ആ കുഞ്ഞ് എന്റെ മകനാണ്. 4.5 വർഷം മുമ്പ് എനിക്ക് ഓർമ്മയില്ലാത്ത എന്റെ ഒരു അബദ്ധത്തിന്റെ ഫലമാണവൻ. സത്യം കേട്ടപ്പോൾ അവരുടെ ഞെട്ടൽ കോപത്തിന് വഴിമാറി. പിന്നെ അത് വലിയൊരു ആശ്വാസമായി മാറി. അർജുന്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞു. അവർ മീരയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്തിനാണ് മോളെ നീ ഇത്രയും വലിയൊരു ഭാരം ഒറ്റയ്ക്ക് ചുമന്നത്? എന്റെ മോൻ, എന്റെ പേരക്കുട്ടി, എന്തിനാണ് ഈ കള്ളം പറഞ്ഞത്? അവർക്ക് മീരയോട് ദേഷ്യമല്ല, സ്നേഹവും സങ്കടവുമാണ് തോന്നിയത്. അർജുന്റെ അച്ഛൻ ആലോചനയിലിരുന്നു. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷേ അവൻ എന്റെ മകന്റെ മകനാണ്, എന്റെ രക്തമാണ്. ഞങ്ങൾക്ക് അവനെ കാണണം. കള്ളത്തരങ്ങളൊന്നും ഇനി വേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരണം. ഇനി അവൻ ഹോസ്റ്റലിലല്ല, അവന്റെ വീട്ടിലാണ് വളരേണ്ടത്. മീരയുടെ മാതാപിതാക്കൾക്കും സന്തോഷം അടക്കാനായില്ല. അന്നുച്ചയ്ക്ക് ശേഷം അർജുന്റെ കാർ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അർജുന്റെ കൈകളിൽ മീര തന്റെ കരം ചേർത്ത് മുറുകെ പിടിച്ചു. അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രണയം, ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ ലക്ഷ്യം. ആ കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ മീര സന്തോഷത്തോടെ അർജുനെ നോക്കി ചിരിച്ചു. നമ്മുടെ കുഞ്ഞ്.
മീരയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. നമ്മുടെ കുടുംബം, അർജുൻ മറുപടി നൽകി. അകലെ ഒരു ഹോസ്റ്റലിന്റെ വാതിലിൽ അവന്റെ അമ്മയുടെയും അച്ഛന്റെയും വരവും കാത്ത് ആ 4.5 വയസ്സുകാരൻ ചിരിക്കുന്നുണ്ടായിരുന്നു.